അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ വർഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അവനിൽ നിന്ന് നമുക്ക് മഴ ലഭിക്കുന്നു, മഴ അള്ളാഹു വർഷിപ്പിച്ചു തരുന്നു എന്നത്. മഴ വർഷിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ച ഒരു മഹത്തായ സുന്ദരമായ ദിക്റുണ്ട്. മുത്തിർനാ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടുമാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന അതിമഹത്തായ ദിക്ർ നമ്മുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാകും. പ്രധാനമായും ഈ ഹദീസ് അല്ലെങ്കിൽ ഈ ദിക്ർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്ന സുപ്രധാനമായ ചില ആശയങ്ങളുണ്ട്. കടപ്പാടും നന്ദിയും ഉള്ളവരായി മാറുക എന്നതാണ്. മഴ വർഷിച്ച് കിട്ടിയത് നമ്മുടെ ആരുടെയെങ്കിലും ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ മറ്റേതെങ്കിലും കൊണ്ടോ അല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഇറക്കിത്തന്നത് കൊണ്ടാണ്, വർഷിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ദിക്ർ ആ നന്ദിയോടുകൂടി അർപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, സത്യവിശ്വാസത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് നന്ദി ഉള്ളവനായി മാറുക എന്നത്. പ്രത്യേകിച്ച് മഴ പോലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നത് സത്യവിശ്വാസത്തിൻ്റെ അടയാളത്തിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥന സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്ദ നുസൂലിൽ മത്തർ, മഴ വർഷിക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സമയം ഇജാബത്തുള്ള, ഉത്തരം ലഭിക്കുന്ന, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കി ദുആ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഈ ദിക്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. മഴ സമയം വെറുതെ അതിനെ നോക്കി നിൽക്കാനോ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ കുറ്റം പറച്ചിലുകളോ അഭിപ്രായങ്ങൾ പറയലോ അല്ല വേണ്ടത്. മറിച്ച് ആ മഴയെ നോക്കിക്കണ്ട് റബ്ബിൽ നിന്ന് ലഭിക്കുന്ന കോരിച്ചൊരിയുന്ന മഴയെ ആത്മാർത്ഥമായി ചിന്തിച്ച് ദിക്ർ നടത്തുന്നവനായി മാറുക. അതോടൊപ്പം നമ്മുടെ വരും കാലത്ത് നമുക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കാരണം ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് മഴ വർഷിക്കുന്ന സമയം എന്നത് മനസ്സിലാക്കുക. അള്ളാഹു നൽകുന്ന ചെറുതും വലുതുമായ എല്ലാ നിഅമത്തുകൾക്കും നന്ദിയുള്ളവരായി മാറുക. ഇത് ശ്രദ്ധിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഇത്തിബാ ചെയ്യുന്ന നമുക്ക് ഒരു സുന്നത്ത് കൂടി ഇത്തിബാ ചെയ്യാൻ സാധിക്കുകയാണ്. അങ്ങനെ നന്ദിയുള്ള അടിമകളായി ജീവിക്കുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.